ISL 10ാം സീസണിൽ അതിനിർണായകമായ മത്സരത്തിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേരിടുകയാണ്. കഴിഞ്ഞ കുറേയേറെ മത്സരങ്ങളിലായി കേരള ബ്ലാസ്റ്റേഴ്സിന് അത്ര മികച്ച ഒരു മത്സരഫലങ്ങളല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം 5 മത്സരത്തിൽ 4 സൂപ്പർ ലീഗിൽ തോറ്റു. അവസാനം കളിച്ച 7 മത്സരത്തിൽ 6 സൂപ്പർ കപ്പിലടക്കം ബ്ലാസ്റ്റേഴ്സ് തോറ്റു. അതുകൊണ്ട് ഇന്നത്തെ മത്സരം അതിനിർണായകമാണ്. ഏതായാലും ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ചില മോഹൻ ബഗാൻ ആരാധകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിക്കാനാവും തോന്നുന്നുണ്ടോ? ജയിക്കും. കാരണം ഹോം മത്സരം ഡെർബി ആയിരുന്നു. ഡെർബി തന്നെ ഞങ്ങൾ നല്ല ഫോമിലാണ് ജയിച്ചത്. അപ്പോൾ അതിന്റെ ഒരു കോൺഫിഡൻസോടെ തന്നെ എന്തായാലും ഹോം മത്സരത്തിൽ കൊൽക്കത്ത കേരള ബ്ലാസ്റ്റേഴ്സിനും നിങ്ങൾ ഏകപക്ഷീയമായ ഒരു ഗോളിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. എല്ലാ കളിയും ജയിക്കണം പറഞ്ഞാൽ പോസിബിൾ അല്ല. എപ്പോഴും ജയിക്കുക പറഞ്ഞാലും പോസിബിൾ അല്ല. ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ കോച്ച് മാറി. ഇന്നത്തെ മത്സരത്തിൽ എത്ര ഗോളിന് ജയിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞങ്ങളൊരു 2-0 2-0 ജയിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഏതായാലും ചില ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ കഴിഞ്ഞ വർഷം കൊച്ചിയിൽ 5-2 എന്ന കൂറ്റൻ സ്കോറിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നത്. ഈ സീസണിൽ മോഹൻ ബഗാൻ അതിശക്തമായ ഫോമിലാണ്. ഇന്നത്തെ മത്സരം ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരിക്കും. പരിക്കൊന്നും നമുക്ക് പ്രശ്നമില്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഷുവറായിട്ട് ഇന്ന് 1-0 ജയിച്ചിരിക്കും. അതുപോലെ നിങ്ങളുടെ പഴയ സൂപ്പർ താരം സഹൽ അബ്ദുൾ സമദ് ടീം വിട്ട ശേഷം കൊച്ചിയിലെ സ്റ്റേഡിയത്തിലേക്ക് തിരികെ വരും. അപ്പം സഹൽ അബ്ദുൾ സമദിനെ എങ്ങനെയാവും നിങ്ങൾ സ്വീകരിക്കുക? സഹൽ അബ്ദുൾ സമദിനോട് എന്നും നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ആ കേരളത്തിനോടുള്ള എന്നും സ്നേഹം എപ്പോഴും ഉണ്ടാവും. കേരളം ജയിക്കും. ഏതായാലും എത്ര ഗോൾ ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്? 2-1. തുടർ തോൽവികൾ വരുന്ന ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരം വിജയിക്കാനായെങ്കിൽ പ്ലേ ഓഫിൽ എത്തുക എന്നത്, പിന്നീട് അതികഠിനമാവും ആദ്യ 4 എത്തുക എന്നത്. ഏതായാലും മത്സരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും.